Hello, Assalamu alaikum. Once again, welcome back to Hasna's Henna Hut. ഇന്ന് നമ്മൾ ഒരു പോട്ടിൽ ഒരു ചെറിയൊരു വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബോട്ടിൽ ആർട്ടും ചെയ്യാം ഇത് യൂസ് ചെയ്തിട്ട്. ഞാൻ ബോട്ടിലിന് പകരം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു പഴയൊരു പോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ഒരു പഴയൊരു പോട്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മൊഞ്ചാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഈ പോട്ടിനൊരു ബേസ് പെയിൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബേസ് പെയിൻ്റായിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലൊരു ബേസ് പെയിൻറ്റ് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലോട്ടേക്ക് കടക്കാം. ഇനി നമുക്കിത് ചെയ്യാൻ വേണ്ട മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കണ്ടല്ലോ, ഇത് പരിപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ പരിപ്പ് ഒന്ന് വിതറി കൊടുക്കാം. ഇതേപോലെ ഈ പോട്ട് ചുറ്റിലായിട്ട് നമുക്ക് പരിപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് നമ്മൾ പരിപ്പ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ മേലെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചെയ്യാനുള്ളത് ഒരു ചെറിയൊരു പണിയും കൂടിയുണ്ട്. ഞാനിവിടെ ഗ്രീനും ബ്രോൺസും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഷൈനിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡീപ്പായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിൻ്റെ മേലെ മാത്രം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ കോമ്പിനേഷനും ഇതിനു വേണ്ടി ചെയ്യാം കേട്ടോ. ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഇതുപോലെ ഗ്രീൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ കോമ്പിനേഷനും ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മൊത്തമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഇതുപോലെ ഒന്ന് ബോട്ടിലും നിങ്ങൾക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് ബോട്ടിൽ കാണിച്ചത് എൻ്റെ കയ്യിൽ ബോട്ടിലില്ലാത്തതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇന്ന് പറയുന്നത് പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.